ഹലോ ഗൈസ്, പൂപ്പീസ് വെടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഉലുവ ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കർക്കിടക മാസത്തിൽ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റംസാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഒറ്റ താമസിയാതെ വീട്ടിലോട്ട് പോകാം. ഉലുവച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് ഉലുവാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 2 കപ്പ് ഉലുവ എടുക്കാം. അപ്പോൾ ഞാനിത് രാത്രിയാണ് ഇത് വെള്ളത്തിലിട്ട് വയ്ക്കാൻ പോവാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നാക്കി അടച്ച് വയ്ക്കാം. അപ്പോൾ പിറ്റേന്ന് ഇതാ ഉലുവക്കെല്ലാം കുതിർന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിത് നന്നാക്കി വാഷ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചട്ടിയിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം. ഇതിന് വലിയ വേവൊന്നും ഇല്ല കേട്ടോ, ഇത് പെട്ടെന്ന് വേവും. ഇനിയിപ്പോൾ കുക്കറിലാണെങ്കിൽ ഒരു 2 വിസിലുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നായി കിട്ടും. ഞാനിത് ഒരു 2.5 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കി, ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കുറച്ച് പച്ചരിൻ്റെ റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നാക്കി വാഷ് ചെയ്തിട്ട് ഞാൻ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ വേവുമ്പോഴത്തേക്ക് തന്നെ ഈ പച്ചരിയും ഇതിൻ്റെ കൂടെ കിടന്ന് വെന്ത് റെഡിയാവും. ഇനി ഇതിലേക്ക് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ചൂടുവെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഏകദേശം 1 മുറിയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ 2 ആണി ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നന്നാക്കി പൊടിച്ചുകൊണ്ട് വരാം. അപ്പോഴത്തേക്ക് ഉലുവയും പച്ചരി ഇതാ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ നന്നാക്കി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അടിയിൽ പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ശർക്കര താല്പര്യമില്ലാത്തവർക്ക് വളരെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ അത് ഒരു ഭയങ്കര കയ്പുണ്ടാവും. ശർക്കര ആകുമ്പോൾ നമുക്ക് വല്ലാണ്ട് കയ്പ് ഫീൽ ചെയ്യില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ശർക്കര എല്ലാം നമ്മുടെ ഉലുവയിലും പച്ചരിയിലും ഒക്കെ നന്നാക്കി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഉലുവയും പച്ചരിയൊക്കെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇത് ഇറക്കി വെക്കാം. ഇതിപ്പോൾ ഞാൻ ഉലുവ ചോറായിട്ടാണ് കഴിക്കുന്നത്. ഇനി നമുക്ക് ഉലുവക്കഞ്ഞിയാണ് താല്പര്യമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചൂടുള്ള ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഗ്രേവിയൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റ് കഴിഞ്ഞു ഇത് തുറന്നു നോക്കി. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കട്ടെ. ഇതിപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് രാത്രിയാണ് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ല സെറ്റാവും. അപ്പോൾ ഈ ഉലുവയിൽ ചട്ടീൻ്റെ ചുവയൊക്കെ വരും. അപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പം ഞാനത് രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് രാവിലെ തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിക്കാനുള്ള ഏറ്റവും നല്ല ടൈം രാവിലെ തന്നെയാണ്. ഇനി അഥവാ രാവിലെ കഴിക്കാനും പറ്റില്ലെങ്കിൽ ഒരു 10:30 ആയിട്ട് കഴിച്ചാലും മതി. അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ ഉള്ളത് നന്നാക്കി അടച്ച് വയ്ക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇത് 3 ദിവസമാണ് കഴിക്കാറുള്ളത്. അതുപോലെ തന്നെ ജീരകക്കഞ്ഞി 3 ദിവസം, ഉള്ളിച്ചോറും പിന്നെ സൂപ്പ് 1 ദിവസം മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ. നമ്മുടെ ഉലുവച്ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചൊന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പറാട്ടോ, വല്ലാണ്ട് കയ്പൊന്നുമില്ല. ആ ശർക്കരൻ്റെ മധുരമുള്ളുണ്ട്. ഇത് നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.